എടാ സ്പോൺസർ വന്നിട്ട് അമേരിക്കയിൽ നമ്മുടെ പരിപാടിനെ പറ്റി അറിയാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോവാൻ. ആ വല്ലാത്ത തലവേദന, ഒന്ന് കിടക്കട്ടെ. അതാണ് നല്ലത്. അയ്യോ ഹായ് സ്റ്റെല്ല. വന്നോടനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്താ ഇഷ്ടമല്ലാന്ന്? അയ്യോ ഇഷ്ടമല്ലെന്നല്ല, എന്റെ പേര് സ്റ്റെല്ല. ഗുഡ് നെയിം പ്ലീസ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രൊഫഷണലായിട്ട് മ്യൂസിക് ഇറങ്ങിയോണ്ട് വലിയ വിദ്യാഭ്യാസമില്ല, മലയാളത്തിൽ പറഞ്ഞെങ്കിൽ. ഓ ഐ സി. പേരെന്താണെന്നാ ചോദിച്ചത്? പേര് എന്റെ പേര് രാജ് കലേഷ് കലൈപുരം. കേട്ടിട്ടില്ലേ? രണ്ടാമത് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ആദ്യം പറഞ്ഞത് കേട്ടിട്ടില്ല. കലൈപുരം രാജ് കലേഷ് കേട്ടിട്ടില്ല? രണ്ടാമത് പറഞ്ഞത് കേട്ടിട്ടില്ല, ആദ്യം പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അതിലൊക്കെ ഇപ്പൊ എന്തോ ഇരിക്കുന്നു. നമുക്ക് പിന്നെ അത് കാര്യമൊന്നുമില്ല. കാര്യം 10-20 വർഷമായിട്ട് നമ്മളിവിടെ ഉണ്ട്. ഏത് ഈ കുടത്തിലോ? അത് കൊടുത്തില്ല, നമ്മൾ ഫീൽഡിലുണ്ടെന്ന്. ഇത് കലാ ഫീൽഡല്ലേ? ഓ കലാ ഫീൽഡിലുണ്ട്. കിട്ടിയില്ല. മനസ്സിലായില്ലേ? അമേരിക്കയിലെ ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് 10 വർഷം കൊണ്ട് എന്റെ ഫാമിലി ആയിട്ട് ഞാൻ സെറ്റിൽഡ് ആണ്. അപ്പൊ അവിടുന്ന് വരുന്ന പ്രോഗ്രാം ഒക്കെ ഈ 10 വർഷം കൊണ്ട് എന്റെ ഹസ്ബൻഡ് ആണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ ഈ വർഷം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സ്പോൺസർ ചെയ്യുവാണ്. അതല്ല, എന്റെ ഭർത്താവ് ബിസിനസ് പരമായിട്ട് ഭയങ്കര ബിസിയാണ്. അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാം ഇപ്രാവശ്യം ബുക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. സന്തോഷം. നിങ്ങളെ വിധി. എന്താ? ഞങ്ങൾക്ക് ഞങ്ങളുടെ വിധി ഉണ്ടല്ലോ, അമേരിക്ക കാണാൻ ഒരു വിധി ഉണ്ടല്ലോ. ഓ അല്ല, ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളോ? ഒറ്റയ്ക്കെന്ന് പറയുമ്പോ അമേരിക്കയിലെ പരിപാടിയല്ലേ? ഞാനാണ് ഇവിടെ മെയിൻ. ഞാനാണ് ഇവിടെ മെയിൻ. ഞാൻ മെയിൻ എന്ന് പറയുമ്പോ അറിയാലോ, ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് എല്ലാം നോക്കി നടത്തുന്നത്. 2-2.5 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ സാർ, ഞാൻ ഒറ്റയ്ക്ക് മതി. ഞാനാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ മെയിൻ. ആണല്ലേ? നിന്റെ അച്ഛനാ? ഇതാരാ? ഇതാ ഈ സീസണിലെങ്കിലും ശരിയാവും നോക്കിട്ട് അടുത്ത വർഷം പറഞ്ഞുവിടാൻ നിൽക്കുന്ന ആർട്ടിസ്റ്റ്. അയ്യോ പാവം. ദുരൂഹത. എന്താ ദുരൂഹത? മനസ്സിലായില്ല. തുപ്പട്ടപ്പറമ്പിൽ രൂപേഷ് ഹരികുമാരൻ തമ്പി, അതിന്റെ ഷോർട്ട് ഫോം ആണ് ദുരൂഹത. മനസ്സിലായില്ല? സ്റ്റിൽ ഐ ലവ് യു. എന്താ? അതൊക്കെ എന്ത് കാര്യം എടുക്കണു? നോട്ടി അമേരിക്കക്കാരി. ഇഷ്ടപ്പെട്ടു. അതെ, ഞങ്ങൾ ഈ അമേരിക്കക്കാർക്ക് പറയുന്നത് കേട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അപ്പ കെട്ടിപ്പിടിക്കും. അതിനാവശ്യമില്ല, അവിടെ നിന്നാ മതി. അതെ, പാട്ട് പാടുമെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും സത്യമാണോ? അല്ല, ഞാൻ പാടും. അവരങ്ങനെയൊക്കെ പറയും, ഞാൻ പാടും. ഞാൻ മൂളിയതാണ്. മൂളിയതാണോ? ആഹാ. ഇഷ്ടപ്പെട്ടു. അതെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആരാ? നമ്മളെ മ്യൂസിക് ഡയറക്ടർ ഒരുപാട് പേരുണ്ട്, എന്നാലും എന്റെ മനസ്സിലുള്ളത് ശരത് സാറാ. ആണോ? ശരത് സാർ. അയ്യോ, മൈ ഫേവറേറ്റ്. ഞാൻ ഉറക്കം എഴുന്നേറ്റ പോലും ആദ്യം കേൾക്കുന്ന ശരത് സാറിന്റെ പാട്ടാ. ആണോ? ഉറങ്ങുന്ന സമയത്ത് ശരത് സാറിന്റെ പാട്ടേ. ഓ നൈസ്. എന്നാ സാറിന്റെ ഒരു പാട്ട് എനിക്ക് വേണ്ടി പാടിത്തരോ? ഒത്തിരി കമ്പോസിഷൻ ചെയ്തിട്ടുണ്ട്, എന്നാലും അതില് പവിത്രത്തിലെ ലാലേട്ടന്റെ കാളമയങ്ങി. കാളല്ല, പശു. നിനക്ക് സംഗീതത്തിന്റെ ABCD അറിയാമോ? നമ്മൾ അമേരിക്കയിലല്ലേ പോണേ, അവിടെ സംഗീതത്തിലെ നിന്റെ അച്ഛൻ വന്ന് പാടുവോ? അവിടെ ഇംഗ്ലീഷാണ് ABCD. ഈ ശരത് സാറിന്റെ എല്ലാ പാട്ടും ഇവിടെ ഉണ്ട്. ചേട്ടനപ്പോ പാടുവോ? പാടുവോന്നോ? ശരത് സാറിന്റെ മെയിൻ ആളല്ലേ ഞാൻ. എന്നോ ഒരു പാട്ട് പഠിക്കേ. ശരത് സാറിന്റെ പാട്ട് ഇന്നാ പിടിച്ചോ. ശരത്കാല സന്ധ്യ കുളിർത്തൂകി നിന്നു. അല്ല, അതല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ അത്. ശരത്കാലമേഘം വന്നേ കുളിരൂഞ്ഞാലാട്ടിയത്. അയ്യോ, അതും അല്ലെന്നേ. ശരത്തു പോയ കാലം കാറ്റിനക്കരെ. ഏത് പാട്ട ഈ പാടി വെച്ചേക്കണെന്ന് ഒരു പിടിയില്ലോ. അല്ല, ഇതെന്താ ഇങ്ങനെ? അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ശരത് സാറിനെ അറിയില്ല? പഠിപ്പിച്ച സാറ്. അതെ, നിങ്ങൾ ഈ അടിച്ചുപൊളി പാട്ട് പാടുന്നതിന് പകരമായിട്ട് ഒരു ക്ലാസിക്കൽ മ്യൂസിക് പാടാൻ പറ്റും. ഈ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ മ്യൂസിക്കാ? ഗംഗേ ശ്വാസം കിട്ടാ തൊണ്ട പൊട്ടുന്ന അങ്ങനത്തെ സാധനം. അതെ, അങ്ങനെ സാധനം പാടണം. യവൻ പാടും. യവൻ പാടും ആ പാട്ട്. ഞാനും പാടില്ല. യവൻ പാടും. ഞാൻ പാടില്ല. ക്ലാസിക് യവൻ പാടും. നീ തുടക്കം തൊട്ട് കൊച്ചിയോട് വന്നപ്പോ തൊട്ട് നിനക്ക് ഒരു അമേരിക്കക്കാരിയാണ്. അവളെ സോപ്പിട്ട് അവിടെ ചാടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മലയാളി നേഴ്സിനെ കഴിഞ്ഞാൽ ഞാൻ അന്തസ്സായിട്ട് ജീവിക്കും. അതാണ് എന്റെ ആഗ്രഹം. നീ അതിനൊക്കെ ഇടം കോലിടണം. എന്തിനാ ഞാൻ ഇവളെ ഇവിടുന്ന് ചാടിച്ച് നേരെ അമേരിക്കക്ക് പോകാനുള്ള പരിപാടിയാണ്. ക്ലാസിക്കൽ പാട്ട് യവൻ പാടും. ആര് പാടിയാലും ക്ലാസിക്കൽ മ്യൂസിക് പാടിയാൽ ഞാൻ കെട്ടിപ്പിടിച്ചു പോകും. ഗജമുഖനാദം സാന്ത്വന ഭാവം അപഗജബലയ നിഷാദം. നീ അളിയ നീ കാരണമാണ് അളിയ ഇപ്പൊ ഈ ഉമ്മ എനിക്ക് കിട്ടിയത്.
ഞാനും ക്ലാസിക്കലൊക്കെ പാടും കേട്ടോ. ആണോ? അതിന്റെ ആവശ്യമില്ല. എന്തിനാണ് വന്നേന്ന് മനസ്സിലായി. കുറച്ചും കൂടെ നീങ്ങി നിൽക്കാം.